ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രിയപ്പെട്ട അജുവച്ചൻ, നമ്മുടെ പ്രിയപ്പെട്ട അസിസ്റ്റന്റ് വികാരി അച്ഛൻ, പ്രിയപ്പെട്ട ശമാശൻ, പള്ളിയിലെ ഭാരവാഹികളെ, ഇടവകാംഗങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് ക്ലാസ് എടുത്താണ് കൂടുതൽ എൻ്റെ ജീവിതചര്യ മുന്നോട്ട് റിട്ടയർമെൻറ്റ് വരെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ കഴിവതും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാതെ, ശ്രദ്ധക്കുറവുണ്ടാകാതെ എല്ലാവരും താല്പര്യപ്പെടണം. എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹമാണ്. എനിക്കും ആ പ്രായത്തിൽ ഓടി നടക്കുന്ന പിള്ളേരുടെ പ്രായത്തിൽ എനിക്കും 3 പിള്ളേരുണ്ട്. അപ്പോൾ അത് സന്തോഷമാണെങ്കിൽ ഈ ക്ലാസ്സിനിടയ്ക്ക് അവരുടെ ഓട്ടം എനിക്ക് ഇച്ചിരി അസൗകര്യം ഉണ്ടാക്കും. ഞാൻ ഓർത്ത് ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് അവൻ ഓടി ക്ഷീണിക്കുമായിരിക്കും, എവിടെയും അവൻ അമ്മയുടെ ഇരിക്കലോ വല്ലതും പോയി ഇരിക്കുമെന്നൊക്കെയാണ് ഞാൻ ഓർത്തത്. പക്ഷെ പുള്ളി നല്ല ടെമ്പറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചു വേണം, ഇടയ്ക്കൂടെ വന്നിങ്ങനെ ഓടി നടക്കാൻ ഇടയാകാത്ത വിധത്തിൽ ഒന്ന് ക്രമീകരിക്കണം. അതെനിക്ക് ക്ലാസ് എടുക്കുന്നതിന് ഉപകാരമായിരിക്കും. ഞാനിങ്ങനെ നോട്ട് എഴുതി വെച്ചല്ല ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയാൽ അത് വേറെ വളഞ്ഞ വഴിയിൽ പോകാനൊക്കെ സാധ്യതയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പ്രോഗ്രാം ഈ പള്ളിയിൽ ക്രമീകരിച്ചതിനോടൊപ്പം എന്നോട് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ പള്ളിമുറിയിൽ ഞാൻ വന്ന് വിശ്രമിച്ചപ്പോഴും പറയുകയുണ്ടായി, നമ്മുടെ ആളുകൾക്ക് പൊതുവെ മാർ അപ്രയം എന്ന് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുള്ളതല്ലാതെ അതിനപ്പുറത്ത് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ആഴത്തിലുള്ള പരിജ്ഞാനമില്ല. അതുകൊണ്ടൊരു ലീഫ്ലെറ്റ് പോലെ അപ്രയമിൻ്റെ ജനന പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സംഗ്രഹവും അദ്ദേഹം എന്താണ് സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, ലോകസഭകൾ മോർ അപ്രയമിനെ എങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ സംക്ഷിപ്തമായിട്ട് ഈ അപ്രയം ഗീതങ്ങൾ ആലപിക്കുന്നത്, മറ്റുള്ളവർക്ക് ലീഫ്ലെറ്റായിട്ട് അടിക്കുന്നത് പോലെ അതിൻ്റെ കൂടെ ഒരു ലേഖനമായിട്ടും കൂടെ തയ്യാറാക്കി തന്നാൽ അത് പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾക്ക് ഇടവകക്കാർക്ക് എല്ലാവർക്കും പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പിന്നീട് സമയമാകുമ്പോൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നുള്ളത് തയ്യാറാക്കി തരികയും ചെയ്യാം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മോർ അപ്രയം ജനിക്കുന്നത് റോമാ സാമ്രാജ്യത്തിനും പേർഷ്യൻ സാമ്രാജ്യത്തിനും ഉള്ള അതിർത്തി പ്രദേശമായ നിസിബീൻ എന്ന ഒരു ചെറിയ പട്ടണം, അന്നത്തെ കാലത്തെ ഒരു ചെറിയ പട്ടണം. ആ പ്രദേശങ്ങളൊക്കെ നിങ്ങൾ ഈ ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ളവരെ അവിടുത്തെ മാപ്പിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ആ പ്രദേശത്തെ ഏറ്റവും ഫലഭൂയിഷ്ടമാക്കുന്നത് യൂഫ്രട്ടീസ് നദിയാണ്. യൂഫ്രട്ടീസ് നദി മെഡിറ്ററേനിയൻ പ്രദേശത്തെ 2 ശാഖകളായി യൂഫ്രട്ടീസും ടൈഗ്രീസും ഒഴുകി വന്ന് പിന്നീട് അത് ഒന്നായി തീർന്ന് ഇറാഖിൽ വന്ന് ബാഗ്ദാദിലെ ഒരു പ്രദേശത്തൂടെ വന്നത് അറബിക്കടലിൽ ചേരുന്ന ഒരു നദിയാണ്. ആ ശുദ്ധജലവാഹിയായ ഈ യൂഫ്രട്ടീസ് നദിയുടെ തീരങ്ങളിലാണ് അഫ്രൈമിൻ്റെ നിസിബീൻ എന്ന പട്ടണവും സ്ഥിതി ചെയ്യുന്നത്. ഇന്നത് ഇറാഖിലാണ്, ഇന്നത് ടർക്കിയിലാണ്.
വിവിധ കാലഘട്ടങ്ങളിൽ യുദ്ധത്തിൻ്റെയും കയ്യേറ്റത്തിൻ്റെയും ഒക്കെ ആ കാലഘട്ടം ഉണ്ടാകുമ്പോൾ ഇത് പ്രത്യേകിച്ച് അതിർത്തി പ്രദേശമായതുകൊണ്ട് പേർഷ്യക്കാർ ചിലക്ക് കീഴടങ്ങും. അതുപോലെ പേർഷ്യൻ രാഷ്ട്രീയ ശക്തി വന്ന് ഈ നിസീബീനിലെ ആളുകളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനമുള്ള കാലത്താണ് ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് ഓടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അപ്രേമിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം അദ്ദേഹം സാക്ഷികളായി തീർന്നുണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ് പ്രധാനമായിട്ടും ഒന്നാം ഭാഗം അപ്രേമിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു വളരെ സംക്ഷിപ്തമായ ഒരു വിവരണം, അദ്ദേഹത്തിൻ്റെ കൃതികളെ ആസ്പദമാക്കിയിട്ട് ചില സുറിയാനി പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള അപ്രേമിൻ്റെ ചില വീക്ഷണങ്ങൾ, സഭയെക്കുറിച്ച് അപ്രേം എന്താണ് പറയുന്നത്, മറിയാമിനെ കുറിച്ച് അപ്രേം എന്താണ് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പർദീസായെക്കുറിച്ച് അപ്രേം പറയുന്നത്, ഇങ്ങനെയുള്ള ചില സെലക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും അപ്രേമിൻ്റെ കൃതികളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് സാർവലൗകികമായ അംഗീകാരം ലോകസഭകളിൽ ലഭിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില ഭാഗങ്ങളാണ്. ഒന്നാമതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജനന പശ്ചാത്തലത്തിലേക്ക് പോകാം. അവിടെയാണ് ഞാൻ നിസീബീൻ എന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്. നിസീബീൻ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം പൊട്ടി മുളച്ച് വളർന്നു വരുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ അനുകൂലമായ വെള്ളത്തിൻ്റെ സാഹചര്യവും അനുകൂലമായ ഫലഭൂയിഷ്ഠമായ ഭൂമിയും ഉള്ളതുകൊണ്ട് അനേകം മരങ്ങൾ വളർന്ന് സുഖദായകമായ ഒരു ജീവിതാന്തരീക്ഷം ഉള്ള ഒരു സ്ഥലമാണ് നിസീബീൻ. അതേക്കുറിച്ച് ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ പാത്രീർക്കീസ് ബാവായുടെ ഡോക്ടറൽ തീസീസിൽ അദ്ദേഹം നിസീബിനെ കുറിച്ച് പറയുന്നു. നസാബ് എന്ന സുറിയാനി വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നിസാബ് എന്ന് പറഞ്ഞാൽ നടുക. നടുക എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വൃക്ഷലതാദികൾ നട്ട് വളർത്തുന്നതിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൃഷിയിടങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. അതുവഴി കടന്നു പോകുന്ന ഈ നദിയുടെയും ഫലഭൂയിഷ്ഠമായ പശ്ചാത്തലത്തിൻ്റെയും പേരിൽ ഈ നിസീബിന് മറ്റൊരു പേരുണ്ട്. മാസിഡോണിയയിലെ അന്ത്യോക്യ എന്നാണ്. അന്ത്യോക്യ വളരെ പ്രശസ്തമായ ഒരു പട്ടണവും അക്കാലത്തെ കർത്താവിൻ്റെ കാലം മുതൽ BC ഒരു 3-ാം നൂറ്റാണ്ട് മുതൽ അന്നത്തെ ലോകം മുഴുവൻ അംഗീകാരം പ്രാപിച്ചിട്ടുള്ള ഒരു സ്ഥലവുമാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മാസിഡോണിയയിലെ അന്ത്യോക്യ എന്ന പേർ വരുന്നത്. അത്ര ആകർഷണീയമായ ഒരു സ്ഥലമായതുകൊണ്ട് യാത്രികരൊക്കെ അവിടെ വരികയും വിശ്രമിക്കുകയും പോവുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഈ പട്ടണം ടർക്കിഷ് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുർക്കി ഒരു കാലത്ത് പിടിച്ചെടുത്തത് മൂലം, പ്രത്യേകിച്ച് ഈ തുർക്കി, ഇറാഖ്, സിറിയ, ജോർദാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ അതിർത്തികൾക്കെല്ലാം പെട്ടെന്ന് മാറ്റങ്ങൾ വരും. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആ ഒരാശയം നമ്മൾ പലസ്തീനിലേക്ക് നോക്കിയാൽ മതി. പലസ്തീൻകാരുടെ നാടായിരുന്നു ഇന്നത്തെ ഇസ്രായേൽ. അവരെ അവിടെ നിന്ന് ഈ യഹൂദ വംശജർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, നമ്മുടെ കേരളത്തിൽ നിന്നും പോയിരുന്നു. അവരവിടെ വന്ന് താമസിച്ച് ഈ പലസ്തീനികളെ ഒതുക്കി ഇപ്പോൾ ഇസ്രായേലിൻ്റെ, പഴയ ഇസ്രായേലിൻ്റെ 90%, 95% അതിർത്തി മാറ്റപ്പെട്ടു. അതുപോലെ തന്നെയാണ് അവിടുത്തെ പല രാജ്യങ്ങളിലെയും അവസ്ഥ.
അപ്പോൾ ഈ അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത് അവിടെ നിസീബീൻ എന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം. നിസീബീനിൽ അദ്ദേഹം ജനിച്ചു. ചില പാശ്ചാത്യ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ ജനനം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ കുടുംബത്തിലല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. അവരുടെ മാതാപിതാക്കളെ പേഗൻസ്, പുറജാതികളായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അത് തെറ്റാണ്. മോർ അപ്രയം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം നന്മയിൽ, സത്യത്തിൽ ജനിക്കുകയും അത് വളർന്നു വരികയും ചെയ്തിരുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് മോർ അപ്രേമിൻ്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായ ക്രിസ്ത്യാനികളായിരുന്നു. ആ ക്രിസ്ത്യാനികൾ ആയിരുന്ന മാതാപിതാക്കൾക്ക് നിസീബിൻ്റെ പട്ടണത്തിൻ്റെ സമീപത്തുള്ള ഒരു ഗ്രാമപ്രദേശത്ത് അദ്ദേഹം ജനിച്ചു. അവിടെ നിന്ന് അദ്ദേഹം പഠനത്തിനായിട്ട് പോയത് നിസീബിനിയിലെ ഒരു വളരെ പൗരാണികമായ പ്രസിദ്ധമായ ഒരു ആശ്രമവും ഒരു സ്കൂളും. അതിനെ സ്കൂൾ ഓഫ് നിസീബീസ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ദൈവശാസ്ത്രം പഠിപ്പിക്കുക, വേദപുസ്തക വ്യാഖ്യാനം പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ആ സ്കൂളിൽ മോർ യാക്കോബ് മൽപ്പാൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. AD 306 അപ്രേമിൻ്റെ ജനനം. ഒന്നുകൂടെ ഞാൻ പറയാം, AD 306, അതായത് 4ാം നൂറ്റാണ്ടിൻ്റെ ക്രിസ്തുവത്സരത്തിലെ 4ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിൽ ജനിച്ചു. അപ്പോൾ അന്നത്തെ ക്രിസ്തീയ പശ്ചാത്തലം കൂടെ നമ്മുടെ മനസ്സിൽ വേണം. 306 ക്രിസ്ത്യാനികൾക്ക് റോമാ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്നാൽ പേർഷ്യയിൽ ക്രിസ്ത്യാനികൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതിർത്തി പ്രദേശമായിരുന്നത് കൊണ്ട് രാജാവിൻ്റെയോ പഴയ മതക്കാരുടെയോ പീഡനം വന്നാൽ ഇവർക്ക് പേർഷ്യയിലേക്ക് പോയി സംരക്ഷണം നേടാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. AD 325 കൂടിയ നിക്കിയ സുന്നഹദോസിൻ്റെ ജൂബിലി വർഷം ഇപ്പോൾ ഇവിടെ ലോക സഭകളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ സഭയും ആഘോഷിക്കുന്നു. ഇപ്പോൾ പല ഇൻ്റർനാഷണൽ സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മുടെ വൈദിക സെമിനാരിയിൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട 1700ാമത് വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 1700 വർഷം പൂർത്തിയാക്കിയ നിക്കിയ സുന്നഹദോസിലെ വിശ്വാസ പ്രമാണ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തിയ ആളാണ് അപ്രേമിൻ്റെ ഗുരുവായ മോർ യാക്കോബ്. നിസീബിനിലെ മോർ യാക്കോബ്, നമ്മുടെ പഴയ പാമ്പാക്കട നമസ്കാരം എടുത്ത് നോക്കിയാൽ അത് ഈ നിസീബിനിലെ യാക്കോബിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഖബറിൽ നിന്ന് എണ്ണ ഒഴുകുന്നു എന്നാണ് അടുത്ത കാലം വരെയുള്ള പുസ്തകങ്ങളിലൊക്കെ ഈ നിസീബിനിലെ യാക്കോബിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഞാനവിടെ 2010 ഈ ദേവാലയത്തിൽ പോയതാണ്. അവിടെ മോർ നിസീബിലെ യാക്കോബിൻ്റെ പാറ കൊണ്ടുണ്ടാക്കിയ കല്ലറ കണ്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എണ്ണയൊന്നും ഒഴുകുന്നില്ലെന്ന് മാത്രമല്ല, സുറിയാനിക്കാരും തന്നെ അവിടെയില്ല. ഒരു കെയർടേക്കർ ആ പള്ളിയെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു ഭൂമികുലുക്കം വന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ താഴത്തെ ഒരു 3 നിലയുടെ താഴെ വരെയുള്ള സ്റ്റെപ്പ് ഇറങ്ങി ചെന്നാൽ ഈ യാക്കോബിൻ്റെ കല്ലറ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നിസീബിനിലെ യാക്കോബ് ഒരു വലിയ മൽപ്പാനായിട്ടാണ് സുറിയാനി സഭ അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ പിതാക്കന്മാരൊക്കെ, അദ്ദേഹത്തിന് ശേഷമുള്ള പിതാക്കന്മാരൊക്കെ പഠനത്തിനായിട്ട് നിസീബിനിലെ യാക്കോബിൻ്റെ സ്കൂളിൽ ചേർന്നാണ് പൊക്കോണ്ടിരുന്നത്.
അപ്പോൾ 325 അതായത് 19 വയസ്സ് പ്രായമുള്ളപ്പോൾ മോർ അപ്രേമിനെ ആ സ്കൂൾ ഓഫ് നിസീബിൻ്റെ ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടെ കൂട്ടിക്കലർത്തിയാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്കൂൾ ഓഫ് നിസീബീസ് എന്നാണ് പറയുന്നത്. നിസീബീൻ എന്ന് പറയുന്നത് സുറിയാനിയാണ്. അപ്പോൾ ഞാൻ ഇതിലേതൊക്കെ ഉപയോഗിച്ചാലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പല സ്ഥലമാണെന്ന് വിചാരിക്കരുത്. ഇത് രണ്ടും ഒരു സ്ഥലമാണ്. അപ്പോൾ 19-ാമത്തെ വയസ്സിൽ ചീഫ് എക്സിജറ്റായിട്ട് മോർ അബ്രഹാമിനെ യാക്കോബ് അവിടെ ദേറായിൽ നിയമിച്ചു. എക്സിജറ്റ് എന്ന് പറയുമ്പോൾ വേദപുസ്തക വ്യാഖ്യാതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. വേദപുസ്തക വ്യാഖ്യാനം അവിടുത്തെ ശിഷ്യരെ പഠിപ്പിക്കുകയും അവരെ വ്യാഖ്യാന കൃതികളെ സംബന്ധിച്ച് ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പിതാവായിട്ടാണ് മോർ അബ്രഹാമിനെ ആ ദേറായിൽ കണ്ടിട്ടുള്ളത്. ഇനി വളരെ ദാരുണമായ ഒരു സംഭവം AD 363 സംഭവിച്ചു. റോമ ചക്രവർത്തിമാർ അവരുടെ പ്രതാപത്തിൻ്റെയും അവരുടെ അജയ്യതയുടെയും സൂചനയായിട്ട് സമീപ പ്രദേശത്തുള്ള രാജാക്കന്മാരെയൊക്കെ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെ ഈ ജൂലിയൻ ചക്രവർത്തി പേർഷ്യയിലേക്ക് പട്ടാളത്തെ അയച്ചു. അദ്ദേഹം തന്നെ പട്ടാളത്തിൻ്റെ തലവനായിട്ട് പോയി. പേർഷ്യക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ ജൂലിയൻ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും യുദ്ധത്തിൽ പരാജിതനാവുകയും ചെയ്തു. അതിൻ്റെ ഫലമായി നിസീബീൻ എന്ന സ്ഥലം പേർഷ്യൻ രാജാവ് പിടിച്ചടക്കി. ഇത്രയും കാലം സ്വതന്ത്രമായി ഒരതിർത്തി രാജ്യം എന്നുള്ള നിലയിൽ സ്വതന്ത്രമായി നിലനിന്ന നിസീബീൻ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീരുകയും ജൂലിയൻ ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായിരുന്നു. ജൂലിയൻ്റെ മരണത്തോടുകൂടി അദ്ദേഹം ഈ നിസീബീസ് പേർഷ്യക്കാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. പേർഷ്യക്കാർക്ക് വിട്ടുകൊടുത്ത ഈ സംഭവം വളരെ പ്രതികൂലമായി ക്രിസ്ത്യാനികളെ ബാധിച്ചു. നിസീബിൻ്റെ ക്രിസ്ത്യാനികളെ അവരെല്ലാം അവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അത് മോർ അബ്രഹാം തുർക്കിയിലെ മറ്റൊരു പ്രദേശമായ ആമീദിലേക്ക് അല്ലെങ്കിൽ ഓമീദ് എന്നൊക്കെ അത് വ്യത്യസ്തമായിട്ട് പ്രൊനൗൺസ് ചെയ്യും. ദേർബക്കർ എന്ന പേരിലും അത് അറിയപ്പെടുന്നൊരു പ്രദേശമാണ്. അത് തുർക്കിയിലെ ഒരു സ്ഥലമാണ്. കുറച്ചു കാലം അവിടെ ഓമീദിൽ താമസിച്ചതിന് ശേഷം മോർ അബ്രഹാം എഡേസയിലേക്ക് താമസം മാറ്റി. എഡേസയിൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു സുറിയാനിക്കാരുടെ ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൻ്റെ പേര് സ്കൂൾ ഓഫ് എഡേസ എന്നാണ്. ഈ സ്കൂൾ ഓഫ് നിസീബീസിൻ്റെ തുല്യമായിട്ട് ഈ എഡേസ എന്ന പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ട നമ്മുടെ സുറിയാനിക്കാർ വിശ്വാസത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്കൂളാണ്, അല്ലെങ്കിൽ വേദപഠന കേന്ദ്രമാണ് അവിടെ ഉണ്ടായിരുന്ന ഈ സ്കൂൾ ഓഫ് എഡേസ. അപ്രയും ഈ സ്കൂൾ ഓഫ് എഡേസയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അവിടെ ദേറായിലുള്ള കുറേ ആളുകൾക്ക് കൂടുതൽ ഉത്സാഹമാണ്. അങ്ങനെ സ്കൂൾ ഓഫ് എഡേസയുടെ പേര് അന്നത്തെ ക്രൈസ്തവ ലോകം മുഴുവൻ വളർന്ന് വികസിക്കുന്നതിന് ഒരു മുഖാന്തരമായിട്ട് തീർന്നു. അപ്പോൾ സ്കൂൾ ഓഫ് എഡേസ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അടുത്ത 10 വർഷം എഡേസൻ സ്കൂളിലാണ് അദ്ദേഹം താമസിച്ചതും പഠിപ്പിച്ചതുമില്ല. എഡേസൻ സ്കൂളിലെ താമസ കാലഘട്ടത്തിൽ അദ്ദേഹം കുറേ വിശ്വാസ പഠന ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്. നിസീബീസിലായിരുന്ന കാലത്തും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കൃതികൾ എഴുതത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇതിനിടയ്ക്ക് വേറൊരു അത്യാഹിതം ഉണ്ടായി.
ആ അത്യാഹിതം എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ ജലപ്രളയം ഉണ്ടായി, അതുപോലെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി. ഈ സമയത്തൊക്കെ മോർ അഫ്രൈഡ് അദ്ദേഹം രംഗത്തിറങ്ങി റിലീഫ് വർക്ക്, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. അതിൽ പറയുന്നത് അന്നത്തെ സമ്പന്നരായ ആളുകൾ ഈ ഒരു സഹായധനം ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കും, വിശ്വസ്തമായി അത് വിതരണം ചെയ്യുമെന്ന് ബോധ്യമുള്ള ആളെന്നുള്ള നിലയിൽ മോർ അപ്രൈമിനെ കണ്ടെത്തി. മോർ അപ്രൈമിലൂടെയാണ് അവർ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ ധനസഹായം ചെയ്തെന്നാണ്. സമൂഹത്തിൽ എത്രമാത്രം അദ്ദേഹം സ്വീകാര്യനായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസാന കാലഘട്ടത്തിലെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനിയും ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ ഉറക്കം തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മോർ അപ്രൈമിൻ്റെ മരണദിനം എന്നാന്ന് ആർക്ക് പറയാം? ജൂൺ 9 373 ജൂൺ 9-നാണ് മോർ അപ്രൈം മരിക്കുന്നത്. പിന്നെ നമ്മളെന്താ ജൂൺ 9 പെരുന്നാൾ ആഘോഷിക്കാതെ? ഇവിടെ സഭയിലൂടെ ആഘോഷിക്കും. സഭയുടെ ഒരിടത്തും അത് ആഘോഷിക്കാൻ സാധ്യതയില്ല. കാരണം സഭയായിട്ടൊരു തീരുമാനം പിന്നീട് എടുത്തു. അതായത് മോർ അപ്രൈം വലിയ ഒരു സന്യാസവ്രതനായ മനുഷ്യനായിരുന്നതുകൊണ്ടും അദ്ദേഹം ഒരു നോമ്പുകാരനും അദ്ദേഹം ഒരു പ്രാർത്ഥനക്കാരനുമായിരുന്നത് കൊണ്ട് വലിയ നോമ്പിലെ ആദ്യ ശനിയാഴ്ച മോർ അപ്രൈമിൻ്റെ പെരുന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ദിവസം നോക്കുന്നില്ല, നോമ്പിൻ്റെ പ്രാധാന്യം അപ്രൈമിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് വലിയ നോമ്പിലെ ആദ്യ ശനിയാഴ്ച. ഇവിടെ അങ്ങനെയാണെന്ന് എൻ്റെ വിചാരം. ഇവിടെയും അങ്ങനെയാണ്. കാരണം ഇത് സഭയുടെ തീരുമാനമാണ്. 1930-ലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ മോർ അപ്രൈമിനെ സാർവത്രിക സഭയുടെ മൽപ്പാനായിട്ട് തിരഞ്ഞെടുത്തു. ഡോക്ടർ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്ത് അദ്ദേഹത്തെ ലോക സഭകളുടെ പൊതുമൽപ്പാനായിട്ട് ഈ 1920 ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് കത്തോലിക്ക സഭ ജൂൺ മാസം 18 മോർ അപ്രൈമിൻ്റെ പെരുന്നാൾ എല്ലാ സ്ഥലത്തും ആഘോഷിച്ചു വരുന്നു. ഇനി ഞാൻ മോർ അപ്രൈമിൻ്റെ കൃതികളെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 1-2 സുറിയാനി പണ്ഡിതന്മാർ. അതിൽ ഒന്നാമത് പറയാനുള്ളത് ഒരു റഷ്യൻ ഓർത്തഡോക്സ് സ്കോളർ, അദ്ദേഹത്തിൻ്റെ പേര് ഫ്ലോറോവ്സ്കി എന്നാണ്. ഡോസ്തോവ്സ്കി എന്നൊക്കെ പറയുന്നത് പോലെ ഫ്ലോറോവ്സ്കി എന്ന് പറയുന്ന പേരുള്ള ഒരു റഷ്യൻ പണ്ഡിതൻ മോർ അപ്രൈമിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കൃതികളെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് he is least significant as a thinker, philosopher and theologian എന്നാണ് ഈ ഫ്ലോറോവ്സ്കി പറയുന്നത്. അതായത് അദ്ദേഹം ഒരു വലിയ ചിന്തകനോ വിജ്ഞാനിയോ വേദശാസ്ത്രജ്ഞനോ ആയിരുന്നില്ല എന്ന്. ഏകദേശം അതേ വഴിയിൽ തന്നെയാണ് വളരെയധികം അപ്രൈമിൻ്റെ കൃതികളെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുകയും സമാഹരിക്കുകയും ചെയ്ത മറ്റൊരു ആളാണ് എഡ്മണ്ട് ബെക്ക് എന്ന് പറയും. അദ്ദേഹം ഒരു യൂറോപ്യൻ
സുറിയാനി സ്കോളറാണ്. എഡ്മണ്ട് ബെക്കും ഈ സമാഹാരങ്ങളെല്ലാം നടത്തിയെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു അബ്രൈമിൻ്റെ കൃതികളിൽ നിലവാരം കുറഞ്ഞവ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് അബ്രൈമിനെ ഒരു വിശ്രുത മൽപ്പാനായി കാണുക പ്രയാസമാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു. എന്നാൽ ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന, അതായത് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമായിട്ട് ജീവിച്ചിരുന്ന റോബർട്ട് മ്യൂറേ എന്ന് പറയുന്ന ഒരു സുറിയാനി പൗരസ്ത്യ സഭകളെക്കുറിച്ച് പഠിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അബ്രൈമിൻ്റെ കൃതികൾ പഠിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, എഡേസ ദ ബ്ലെസ്സഡ് സിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ കൃതികളെയൊക്കെ ആസ്പദമാക്കി അദ്ദേഹം ഈ എഡ്മണ്ട് ബെക്കിൻ്റെ, അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലെ ഒരു കർദിനാളായിട്ട് തീർന്ന പേരും മറന്നുപോയി, അദ്ദേഹം ഈ 3 വോളിയത്തിൽ അബ്രൈമിൻ്റെ സുറിയാനി കൃതികളൊക്കെ സമാഹരിച്ചു. ഇതിൽ നിന്ന് നെല്ലും പതിലും തിരിച്ചെടുക്കുവാൻ ഞാൻ മുമ്പ് പറഞ്ഞ ഫ്ലോറോവസ്കിക്കോ അല്ലെങ്കിൽ എഡ്മണ്ട് ബെക്കിനോ ഒക്കെ സാധിച്ചില്ല. പക്ഷേ അതിൽ ആ കൃതികൾ പഠിച്ച റോബർട്ട് മ്യൂറേയും ഒക്കെ പറയുന്നത് നേരെ വ്യത്യസ്തമായിട്ടാണ്. ഇനി ഞാൻ ആ റോബർട്ട് മ്യൂറേ പറയുന്നതിന് മുമ്പൊരു കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് അബ്രൈമിൻ്റെ കൃതികളിൽ മൂല്യമേറിയതും മൂല്യം കുറഞ്ഞതും ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, അബ്രൈം കവിതകൾ എഴുതിയിട്ടുള്ളതിൽ ഭൂരിപക്ഷവും അദ്ദേഹം തന്നെ കണ്ടെത്തിയ ഒരു വൃത്തത്തിൻ്റെ അടിത്തറയിലാണ്. അതായത് 7 സിലബിക് മീറ്റർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 7 മാത്രകളുള്ള മോർ അബ്രൈമിൻ്റെ കൃതികൾ. ഞങ്ങൾക്കുള്ള കർത്താവേ ഞാനിക നിദ്രി ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിന്തിരി മുമ്പിൽ നിൽപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ. കണ്ടോ, ചെറിയ ചെറിയ ലൈനുകളുടെ 4 ലൈൻ ചേർന്ന ഒരു സ്റ്റാൻസ. അപ്പോൾ ഇതുപോലെയാണ് അബ്രൈമിൻ്റെ കൂടുതൽ കൃതികളും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇത് കൂടാതെ അദ്ദേഹം സ്വതന്ത്ര മീറ്ററിൽ, ഇപ്പോൾ കൂടുതലും പേര് കവിതകളൊക്കെ എഴുതി, നിങ്ങൾ കവിതകൾ വായിക്കുന്നുണ്ടെങ്കിൽ അറിയാം, വൃത്തനിരാസമാണ് ഇന്നത്തെ സാഹിത്യ ശൈലി. നമ്മളൊക്കെ പണ്ട് പഠിച്ചപ്പോൾ ശ്രദ്ധാകാകലി നൃത്തത്തിൽ പിന്നെ ഏതാണ്ട് ആ അന്ത്യത്തിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ചതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ അവർക്ക് അറിയുന്നില്ല, അവർ പഠിച്ചിട്ടുമില്ല, നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഉള്ള വൃത്തനിരാസം പോലെ അബ്രൈം ഈ 7 സിലബിക് മീറ്റർ വിട്ടിട്ട് 7 മാത്ര വൃത്തം മാറ്റി അദ്ദേഹം സ്വതന്ത്ര അവതരണവും കവിതകളിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അതായത് കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ച്, മാതാവിൻ്റെ കന്യകാത്വത്തെ സംബന്ധിച്ച്, മാലാഖമാരും ഗബ്രിയേൽ മാലാഖായും മറിയാമും കൂടുള്ള ആ സംവാദത്തെ സംബന്ധിച്ച് ഒക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് വൃത്തമില്ലാത്ത കവിതാ സങ്കേതത്തിലാണ്. ഈ അബ്രൈമിൻ്റെ കൃതികളുടെ രീതിയിൽ പിന്നീട് വന്ന പല ആളുകളും ഈ വൃത്തം ഉപയോഗിച്ച് കവിതകൾ എഴുതി. അന്നത്തെ ഒരു രീതി പലപ്പോഴും അവരുടെ ആരാധ്യരായിട്ടിരിക്കുന്ന ആളുകളുടെ പേരിൽ പബ്ലിഷ് ചെയ്യാം. ഇപ്പം ഞാനൊരു പുസ്തകം എഴുതിയാൽ അത് കുറിയാക്കോസ് മൂലയിൽ എന്ന ഓതറുടെ പേര് വെക്കുന്നതിന് പകരം ഞാൻ ഉദാഹരണം പറയുകയാണ്, എൻ്റെ ആരാധ്യനായ മൽപ്പാനാണ് നമ്മുടെ കണിയാമ്പറമ്പിൽ കോർപ്പിസ്കോപ്പ. അപ്പോൾ കണിയാമ്പറമ്പിൽ കോർപ്പിസ്കോപ്പായുടെ പേരിൽ ആ പുസ്തകം ഇറങ്ങിയാൽ കൂടുതൽ ആളുകൾ ആകർഷിക്കും. അതുകൊണ്ട് ഞാൻ എഴുതിയ ഈ സാധാരണ കൃതിയെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, എൻ്റെ പേരിൽ എഴുതാതെ
മൽപ്പാനത്തിൻ്റെ പേരിൽ അത് പബ്ലിഷ് ചെയ്തു. ഇങ്ങനെ പല ആളുകളും കവിതകൾ എഴുതി അപ്രേമിൻ്റെ വൃത്തത്തിൽ എഴുതിയിട്ട് അപ്രേമിൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഒരു കോർപ്പസ് മാഗ്നം എന്നതേക്കുറിച്ച് പറയും. അഫ്രേമിക് കൃതികൾ എന്ന് പറയുന്നത് വലിയ ഒരു സമാഹാരമാണ്. ആ സമാഹാരത്തിൻ്റെ ഒരു കുറേയേറെ കൃതികൾ ഇതുപോലെ ചേർക്കപ്പെട്ട് അപ്രേമിൻ്റെ പേരിൽ മറ്റുള്ളവർ എഴുതിയിട്ടുള്ളതാണ്. അതിന് ആഴവും പരപ്പും ഒക്കെ കുറവാണ്. അപ്പോൾ ആ കൃതികളിൽ നിന്ന് അപ്രേമിൻ്റെ യഥാർത്ഥ കൃതികളെ തിരിച്ചറിയുവാൻ സാധിച്ച റോബർട്ട് മുറയെ പോലുള്ളവർ അവര് അപ്രേമിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. റോബർട്ട് മുറെ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഞാൻ ഇനിയും ഉദ്ധരിക്കാം. The greatest poet of the patristic age, അതായത് patristic age എന്ന് പറഞ്ഞാൽ ഒരു 3-ാം നൂറ്റാണ്ട് മുതൽ ഒരു 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിലാണ് പേട്രിസ്റ്റിക് ഏജ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ രചനകളുടെ കാലഘട്ടമാണ്. വിശ്വാസത്തെ പ്രതിരോധിക്കുവാനും ഒക്കെ അവർ ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളുടെയും എഴുത്തുകളുടെയും ഒക്കെ വലിയൊരു സമാഹാരം അക്കാലത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഓഫ് ദ പേട്രിസ്റ്റിക് ഏജ് ആൻഡ് പെർഹാപ്സ് the only theologian poet to rank beside Dante. ഡാന്റെയെ കുറിച്ച് നിങ്ങൾ സാഹിത്യം പഠിച്ചിട്ടുള്ളവരെ കേട്ടിട്ടുള്ളതായിരിക്കും. ലോകത്തിലെ നമ്പർ 1 കാവ്യങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഡാന്റെ. ഡാന്റെയോട് തുല്യം ആദരിക്കുവാൻ സാധിക്കുന്ന ഏക ദൈവശാസ്ത്രജ്ഞനായ കവിത എഴുതിയിട്ടുള്ള ആളെ മോർ അപ്രേം ആണെന്നാണ്. ഇനിയും ചഗ്വൽ എന്ന് പറയുന്ന ഒരു സിറിയക് സ്കോളറുണ്ട്. അദ്ദേഹവും പറയുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റ് റിലീജിയസ് പോയറ്റ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീക ഗാനരചയിതാക്കളിൽ ഒരാളാണ് മോർ അപ്രേം. നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു, അതായത് ഒരു റംബാൻ സ്ഥാനം. അതുകൊണ്ടാണ് ഇപ്പം വരയ്ക്കുന്ന പടങ്ങളിലെല്ലാം മോർ അപ്രേമിനെ കുറിച്ച് ഒരു മസ്നബ്സായിട്ട്, ഒരിക്കലും അച്ഛനായിട്ടില്ല എന്നുള്ളത് സുറിയാനി എഴുതാക്കാൻ പറയുന്നുണ്ട്. വൈദികനായിരുന്നിട്ടില്ല. അദ്ദേഹം വൈദികനാകാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം പിന്മാറിയ ആളാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു പടം നിങ്ങളെ കാണിക്കാം. കുറേയെങ്കിലും കാണാമോ? ഇദ്ദേഹത്തിൻ്റെ ഈ പടത്തിൽ കാണുന്ന ആളുടെ തലയിൽ മസ്നബ്സ ഉണ്ടോ? തൊപ്പിയുണ്ടോ? ഇല്ല. ഇത് 13-ാം നൂറ്റാണ്ടിലെ ഒരു സുറിയാനിക്കാരൻ മോർ അപ്രേമിനെ കുറിച്ച് രചിച്ച ഒരു പടമാണ്, ചിത്രമാണ്. അതായത് സുറിയാനി അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ദ മോർ അഫ്രേം. കാലഘട്ടത്തിലേക്ക് ആളുകൾ പുറകോട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതായത് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് തലയിൽ 13 കുരിശുള്ള മസ്നബ്സോ എന്ന് നമ്മൾ പറയുന്ന മസ്നബ്സ നമ്പരാജന്മാരും റംബാച്ചന്മാരും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അണിയിച്ച് ഒരു സന്യാസാശ്രമസ്ഥനായിട്ട് മോർ അപ്രേമിനെ അവതരിപ്പിക്കുന്ന ഒരു രീതി നമ്മളോടുള്ള കേട്ടോ സഭയിൽ നൂറ്റാണ്ടുകൾ നിലനിന്നതിൻ്റെ പിന്നീടുണ്ടായ അനന്തരഫലങ്ങളാണ്. മോർ അപ്രേമിനെ കുറിച്ച് എഴുതുന്നിടത്തെല്ലാം നമ്മൾ ഈ രീതിയിൽ മസ്നബ്സ് അണിയിക്കുന്ന മോർ അപ്രേമിനെ കുറിച്ച് പറയുന്നു. ഇനിയും മോർ അപ്രേമിനെ കുറിച്ച് സുറിയാനി പിതാക്കന്മാർ നൽകുന്ന ചില വിശേഷണങ്ങളുണ്ട്. നമ്മുടെ ബെന്നി
ആമുഖ പ്രസംഗത്തിൽ അതേക്കുറിച്ചൊക്കെ പറഞ്ഞു. മോർ അഫ്രൈമിനെ കുറിച്ച് പറഞ്ഞ 1-2 പേര് പറയാം, ഉറങ്ങുന്നതായിരിക്കും ഞാൻ പറയാം. പരിശുദ്ധാത്മാവിന്റെ കിന്നൽ, ദ ഹാർപ്പ് ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ഷെംശോദ് സുറിയോയെ, സുറിയാനിക്കാരുടെ സൂര്യൻ എന്ന് അദ്ദേഹത്തെ ചിലരെ വിളിക്കാറുണ്ട്. ദ പൊസസർ ഓഫ് വിസ്ഡം, വിജ്ഞാനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഇങ്ങനെ സഭ പല വിശേഷണങ്ങളിലൂടെ മോർ അഫ്രൈമിൻ്റെ അതുല്യമായ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ അഫ്രൈമിൻ്റെ രചനകളെ കുറിച്ച് ചില കാര്യങ്ങളോട് പറയാം. മോർ അഫ്രൈം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പദ്യത്തിലും ഗദ്യത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗദ്യ സംഭാവനകൾ എന്ന് പറയുന്നത് പഴയ നിയമ വ്യാഖ്യാനങ്ങളാണ് കൂടുതൽ. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം, ഉൽപ്പത്തി പുസ്തകം എത്ര അധ്യായം ഞാൻ മറന്നുപോയില്ല, തെറ്റ് പറയാതിരിക്കുന്നില്ല, 40. ഞാൻ 40 പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല, അവരൊക്കെ പറയുന്നത് 50 ഇവിടെ ഒരിക്കലും പുരുഷന്മാരുണ്ടാകുന്നത്. വേദപുസ്തകം നോക്കിയിട്ട് പറയാം അല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49 അധ്യായങ്ങൾക്ക് അദ്ദേഹം വളരെ വിശദമായ വ്യാഖ്യാനം മോർ അഫ്രൈം എഴുതിയത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പുറപ്പാട് പുസ്തകത്തിനും വളരെ വിപുലമായ വ്യാഖ്യാനം ഗദ്യത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ദിയാറ്റെസറോൺ എന്നൊരു പുസ്തകത്തെ കുറിച്ച്? ആരും കേട്ടിട്ടുണ്ടോ? സൺഡേ സ്കൂൾ ടീച്ചേഴ്സോ സ്വയം വായിക്കുന്നവരോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ദിയാറ്റെസറോൺ. ദിയാറ്റെസറോൺ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പുറകുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ ഉത്തരം എന്താ മനസ്സിലിരിക്കുന്നത്, ഞാനെന്ന് പറഞ്ഞേക്കാം. ദിയാറ്റെസറോൺ എന്ന് പറഞ്ഞാൽ 4 in 1. 4 in 1. പുതിയ നിയമത്തിലെ 4 ഏതാ? സുവിശേഷം. 4 സുവിശേഷങ്ങളും കൂടെ സങ്കലനം ചെയ്ത് ഹാർമണി ഓഫ് ദ ഗോസ്പൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇങ്ങനെ ഒരു പുസ്തകം AD 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, അഫ്രൈമിന് കുറച്ച് കാലം മുമ്പ്, ടാസിയാൻ ദ സിറിയൻ എന്ന് പറയുന്ന ഒരാളാണ്. ടാസിയാൻ എന്ന് ഞാൻ പറയുന്നതുകൊണ്ട് എഴുതുന്നത് TAC എന്നല്ലത്, TIAN എന്നാണ്. നമ്മൾ എഴുതുമ്പോൾ താത്തിയാൻ എന്നെഴുതും, വായിക്കുമ്പോൾ ടാസിയൻ എന്ന് വായിക്കും. നമ്മുടെ ചില പൂർവിക പിതാക്കന്മാരുടെ എഴുത്തുകളിലൊക്കെ തത്യാനോസ് എന്നും ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ടാസിയാൻ അന്നത്തെ വലിയൊരു സുറിയാനി പണ്ഡിതൻ, അദ്ദേഹവും എഡേസാക്കാരനാണ്. അദ്ദേഹം അവിടെ നിന്ന് റോമിൽ പോയി, റോമിൽ വളരെ കാലം പഠിച്ചു, ഗ്രീക്ക് ഭാഷ പഠിച്ചു, സുവിശേഷങ്ങൾ പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ എഡേസയിലേക്ക്. ഞാൻ പറഞ്ഞതിലൊക്കെ മനസ്സിലുണ്ടോ? ടാസിയാൻ ആരാന്നറിയോ? ടാസിയനെ ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു. അദ്ദേഹം എഡേസാക്കാരനായ ഒരു സുറിയാനി പണ്ഡിതനായിരുന്നു ടാസിയൻ ദ സിറിയൻ. അദ്ദേഹം റോമിൽ പോയി പഠിച്ച് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ 4 സുവിശേഷവും കൂടെ ക്രമീകൃതമായിട്ട് അദ്ദേഹം ഒരു വാല്യമാണ്. അതാണ് 4 in 1 എന്ന് ഞാൻ പറഞ്ഞ ദിയാറ്റെസറോൺ എന്ന് പറയുന്ന. ദിയാറ്റെസറോൺ എന്ന് പറഞ്ഞാൽ 4 in 1 എന്നാണ് ഗ്രീക്ക് വാല്യത്തിൻ്റെ അർത്ഥം. ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ മോർ അഫ്രൈമിൻ്റെ കയ്യിലുണ്ടായിരുന്നു. സുറിയാനി സഭയിൽ വളരെ സ്വീകൃതമായിട്ട് ഈ പുസ്തകം സുവിശേഷം സ്വീകരിച്ചു വന്നു. ഇതിനെ ആസ്പദമാക്കി ഒരു സുവിശേഷ വ്യാഖ്യാനവും
മോർ അപ്രയം വേണ്ടി. എഡേസായിൽ വെച്ച് യാക്കോബ് നിസീബിനിലെ യാക്കോബ് അപ്രയിമിന് നിത്യാസംഭവം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പദവി കൊടുത്തു ഞാൻ പറഞ്ഞാൽ അതിൽ ഓർക്കുന്നുണ്ടോ? അന്നത്തെ സ്കൂൾ ഓഫ് നിസീബിന്റെ മെയിൻ എക്സിജന്റ്, അതായത് വേദപുസ്തക വ്യാഖ്യാതാവായിട്ടാണ് മോർ യാക്കോബ് അദ്ദേഹത്തെ നിയമിച്ചത്. ആ പണി അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എഡേസയിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഇത് തുടർന്നു. അങ്ങനെ ഈ ദിയാറ്റസ്റോന്റെ ഒരു വ്യാഖ്യാനം കിട്ടും. ഞങ്ങളെപ്പോലുള്ള ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഭാഗ്യത്തിന് ഒരു കാര്യം സംഭവിച്ചു. എന്നറിയോ? മാർ അപ്രയം എഴുതിയ ദിയാറ്റസ്റോൻ വ്യാഖ്യാനം തിരിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ടത് ഞങ്ങളുടെ ഭാഗ്യം എന്നതാണ്. അത് പഠിക്കേണ്ട കാര്യമില്ല. പുസ്തകം ഉണ്ടായിരുന്നതിൽ അതെല്ലാം ഞങ്ങൾ പഠിക്കേണ്ടി വന്നില്ല. പ്രത്യേകിച്ച് സുറിയാനി ഗവേഷണ പഠനമൊക്കെ നടത്തുമ്പോൾ തീർച്ചയായും ഇത് പഠിക്കേണ്ടി വരും. പഠിക്കുന്ന കാര്യം നമ്മൾ ആരും അത്ര സന്തോഷത്തോടെയാണ് പഠിക്കുന്നത്. പഠിത്തം കഴിഞ്ഞ് ആ MA ഡോക്ടറേറ്റും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇച്ചിരി താല്പര്യത്തിൽ ഓരോ വിഷയങ്ങൾ എടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വലിയ തലവേദനയായിട്ടാണ്. പ്രൊഫസർമാർക്ക് ചുരുളൊന്നുമില്ല, എന്നിട്ട് സിലബസിൽ തിരികെ വെച്ചിരിക്കാനുള്ളത്. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യം അധികാരം വീണ്ടുന്നില്ല. ഈ 20-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് അർമീനിയൻ പരിഭാഷയിൽ മോർ അപ്രയമിൻ്റെ വ്യാഖ്യാനം കണ്ടെത്തി. അത് നമ്മൾ ജീവിക്കുന്ന ഈ 2025 തൊട്ട് മുമ്പിൽ, അതായത് 1950s ശേഷമാണ് സീനായിലെ മൗണ്ട് കാതറീൻ എന്ന് പറയുന്ന ഒരു ആശ്രമമാണ്. അവിടെ നിന്ന് ഈ അർമേനിയൻ ഭാഷയിലുള്ള ഈ വ്യാഖ്യാനത്തിൻ്റെ ഒരു കോപ്പി കണ്ടെത്തി. അത് കണ്ടെത്തിയത് പാലിംസെറ്റ് എന്നുള്ള രീതിയിലാണ്. പാലിംസെറ്റ് എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കൽ പദങ്ങളാണ്, നിങ്ങളാരും അത് അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ ഞാനത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പണ്ടത്തെ കാലത്ത് ഏറ്റവും വില ഈ പഠിതാക്കൾക്കും പകർത്തെഴുത്തുകാർക്കും ഒക്കെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്നാണെന്നറിയോ? എഴുതാനുള്ള ചുരുളുകളാണ്. അതായത് ആട്ടിൻ തോല് കൊണ്ടുണ്ടാക്കിയ ചുരുളുകളും പാപ്പിറസ് കൊണ്ടുണ്ടാക്കിയ കടലാസുകളോ എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസപ്പെട്ട് സമ്പാദിക്കുന്നു. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ വിലയില്ലാത്തതാണെന്ന് കാണുന്ന ചുരുളുകളുടെ മേൽഭാഗം ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ട് അതേ വീണ്ടും എഴുതും. അങ്ങനെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ വെച്ച് ഇതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ആ തുകച്ചുരുളുകളിൽ എന്തായിരുന്നു എന്ന് വായിക്കാനുള്ള സാങ്കേതിക വിദ്യ റീഡിംഗ് എന്ന് പറയും. അതായത് ഒരു എഴുത്ത് ചുരുളിൻ്റെ മുകളിൽ എഴുതപ്പെട്ട് കഴിയുമ്പോൾ പഴയ അടിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന രചന വായിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചില വായനകളിൽ ചുരുളുകളിൽ നിന്നൊക്കെ ഈ അർമീനിയൻ വേർഷൻ അപ്രയമിൻ്റെ ഈ കൃതിയുടെ കണ്ടെത്തി. അത് വെച്ചുകൊണ്ട് ഈ പുതിയ അപ്രയമിൻ്റെ ദിയാറ്റസ്റോൻ വായനയ്ക്കുള്ള സംവിധാനം ഒരുങ്ങി. ടെക്സ്റ്റ് തയ്യാറായി. ആ ടെക്സ്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ദിയാറ്റസ്റോൻ എക്സിജസിസ് എന്ന് നിങ്ങളുടെ മൊബൈലിലല്ല ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ അന്നേരം നമ്മുടെ മുമ്പിൽ ഇംഗ്ലീഷിൽ ഇത് വരുന്നതാണ്. അതായത് നൈസിയൻ ആൻഡ് പോസ്റ്റ് നൈസിയൻ ഫാദേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ സീരീസ് ഉണ്ട്. അതിലൊക്കെ ഇൻ്റർനെറ്റിൽ നമ്മുടെ വിരൽത്തുമ്പേ ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ദിയാറ്റസ്റോൻ അദ്ദേഹം ഒരു കമൻട്രി എഴുതി. അത് 17 നൂറ്റാണ്ട് നഷ്ടപ്പെട്ടിരുന്ന സാധനം 20-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തി. അത് നമുക്ക് ഇതുകൊണ്ട് ലഭ്യമാണ്. ഇനിയും എഡേസയിൽ അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടാക്കിയ പല വേദപുരീതികൾ അവിടെ ഉണ്ടായിരുന്നു. ബർദൈസാൻ,
അറിയൂസ് പക്ഷക്കാരായ ആര്യൻസ്, നമ്മുടെ മാനിക്കൈസം എന്ന് പറയുമ്പോൾ ഓരോന്നും പറയാനും വിശദീകരിക്കാനും സമയമില്ല. ഇങ്ങനെയുള്ള വിവിധ ചിന്താഗതിക്കാരായിട്ടുള്ള വേദരീതികളെല്ലാം മെഡേസയിലുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം ഇവർക്കെല്ലാം ഇവരുടെ പഠിപ്പിക്കലുകൾക്കെതിരായിട്ട് ലേഖനങ്ങൾ എഴുതി സത്യവിശ്വാസികളെ പ്രബോധിപ്പിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ 7 സിലബിക് എഴുത്തുകളിലൂടെ അദ്ദേഹം ആളുകളെ സത്യവിശ്വാസം പഠിപ്പിച്ചു. ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞു, ഫ്ലൊറോവോസ്കിയൊക്കെ പറഞ്ഞു ഇദ്ദേഹം ചുമ്മാ തന്നെ വലിച്ചുവാരി എഴുതിയിരിക്കുന്ന ആളാണ്. പക്ഷെ ഇത്ര സിമ്പിളായിട്ട് ദൈവശാസ്ത്രം എഴുതിയിട്ടുള്ള വേറൊരാളെ അത് പ്രാർത്ഥനാ ഗീതങ്ങളായിട്ട് നമ്മളെ ഒപ്പം മനഃപ്പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്. ആ ത്രിയേകാമേകത്രിയാം പിതൃസുത പരിശുദ്ധാത്മാവാം സത്യവരനെ നിനക്ക് സ്തുതി. അതും അറിയാൻ മേലത്തുണ്ടോ? അതോ മനഃപൂർവ്വം ഉണ്ടായതാണോ? വിലം പിടിച്ചിരുന്നേക്കാവുന്നുണ്ടായിരുന്നു. ഇപ്പൊ വിശുദ്ധ തൃത്വത്തെക്കുറിച്ച് മോർ അപ്രയം എഴുതിയ ഒരു ദൈവശാസ്ത്ര നിർവചനമാണ് ത്രിയേകാമേകത്രിയാം. സത്യദൈവം എന്ന് പറയുന്നത് മൂന്നാണ്. ആ 3 ഒന്നാണ്. പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനെ നിനക്ക് സ്തുതി. മാറപ്പായം പറയുന്നുണ്ട്, ഞാൻ ജനിച്ചു വീണത് സത്യത്തിലാണ്. കണ്ടോ, ഈ സത്യവിശ്വാസം എന്നുള്ളത് അദ്ദേഹം പ്രാഥമികമായിട്ട് നിർവചിക്കുകയാണ്. പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനെ നിനക്ക് സ്തുതി. അതായത് ഹിംസ് ഓഫ് വർഷിപ്പ്, ആരാധനാ ഗീതങ്ങൾ അദ്ദേഹം നിരവധിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ആരാധനാ ഗീതങ്ങളും സ്തുതിപ്പ് ഗീതങ്ങളും എല്ലാം എഴുതിയിട്ടുള്ള അപ്രയം അന്നത്തെ കാലത്ത് നമ്മളിൽ നിന്ന് പഠിക്കുന്നത് പോലെ പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും മൈക്കും റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും അന്നില്ല. അന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ, ആളുകൾ ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ സ്റ്റാൻസാകളായിട്ട് സത്യവിശ്വാസം ആളുകൾക്ക് കൊടുക്കുക. ആ സത്യവിശ്വാസം ഇവർ പാടി ഓർമ്മിക്കും. അങ്ങനെയുള്ള വേറെ സുറിയാനിൻ്റെ വേറൊരു വലിയ ഒന്നിലും കവിതകളുണ്ട്. അത് ഒരാളുടെ കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പേര് സൈമൺ പോട്ടർ എന്നാണ്. പോട്ടർ എന്ന് പറഞ്ഞാൽ POTTER, പോട്ടർ. കുശലൻ. മണ്ണുകൊണ്ട് ഈ കല ഉണ്ടാക്കുകയും നമ്മുടെ പാത്രങ്ങളൊക്കെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ കുശവെന്ന് വിളിക്കും. ഇംഗ്ലീഷിൽ പറയുന്നതാണ് പോട്ടർ. അപ്പോൾ ഈ സൈമൺ പോട്ടർ എന്ന് പറയുന്ന ആള് സുറിയാനി സഭയുടെ വലിയൊരു പണ്ഡിതനും അദ്ദേഹം വിശ്വാസ വ്യാഖ്യാതാവുമാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ഈ കവിത എഴുതിക്കൊണ്ടിരുന്നറിയാമോ? പുള്ളിയും സഖാക്കളും ചേർന്ന് ഈ മൺപാത്ര നിർമ്മിതി നടത്തുന്നിടത്ത് ഒരു ചക്രമാണ്. ഈ ചക്രത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടായിരുന്നു ഈ സമയം നേരം വെളുത്താൻ സന്ധ്യ വരെ ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ സൈമൺ എന്ത് ചെയ്യും? സൈമൺ ഓരോ വിശ്വാസ വിഷയത്തെയും എടുത്ത് കവിതകൾ എഴുതും. ആ കവിതകൾക്കാണ് കൂക്കോയോ എന്നൊരു പേരുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ കൂക്കോയോ എന്ന പേരിലെ കവിതകൾ എഴുതിയിട്ടുണ്ട്. സുന്ദരികളിൽ സുന്ദരി ജാതികളിൻ സോനോ നിർവധിശരമോശം മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം സഭേ സകലവിധം സുമുഖി കരതീണ്ടാത്തോൾ. ഇതൊക്കെ പാടുമ്പോൾ മണവാട്ടിയും ചമഞ്ഞ് നിൽക്കുന്ന ഉരുക്കി വിട്ട ബ്യൂട്ടീഷ്യനും വിചാരിക്കും ഇതിൽ ഈ പെൺകൊച്ചിനെ കുറിച്ചായി പാടുന്നത്.
അവളെ പോലെ സൗന്ദര്യമുള്ള ഒരാൾ ഭൂലോകത്തില്ലെന്നാണ് പാടുന്നതെന്നാണ് ഈ മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ വിചാരിക്കും ഈ അച്ഛന്മാർ ഈ പെണ്ണുങ്ങളെ എന്തുമാത്രമായി പൊക്കുന്നതിന് ഇതിനെ ഇന്ന് ഒരുക്കി വിട്ടേറ്റ് നാളെ സാധാരണ വേഷത്തിൽ കാണുമ്പോൾ അറിയാം എന്നതാണ് ഇതിൻ്റെ പഠിക്കുന്നത്. അപ്പൊ അങ്ങനല്ല. ആ പാട്ട് ആരെക്കുറിച്ച് പറയുന്നതെന്ന് അറിയാമോ? സഭയെ കുറിച്ച് പറയുന്നതാണ്. ശെമോൻ സഭ ആരാണ്? കർത്താവ് മണവാളനും സഭ മണവാട്ടിയുമായിട്ടുള്ള ആ വിശുദ്ധ സങ്കല്പത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കുക്കോയോ രാഗത്തിലുള്ള കവിതയാണ് സുന്ദരികളിൽ സുന്ദരി എന്നുള്ളത്. നീ സുറിയാനി വേറൊരു മനപ്പാടുണ്ട്. അദ്ദേഹം ടോൾസിലെറ്റിക് കവിതകളാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സ്രൂഗിലെ മോർ യാക്കോബ് എന്നാണ്. സ്രൂഗിലെ മോർ യാക്കോബിന്റെ കവിതകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ എല്ലാ ആരാധനാക്രമത്തിലും ഉണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഈ പണ്ട് കാലത്ത് അബ്രാഹിമും യാക്കോബും അതുപോലെ ശെമോൻ കൂക്കോയോയും ഒക്കെ ചെയ്തത് കവിതകളിലൂടെ വിശ്വാസ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അവരിത് പഠിച്ചിട്ട് സഭയും കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഞാൻ ആ ഭാഗം കൂടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി പർദീസായെ കുറിച്ചുള്ള അപ്രേമിൻ്റെ സങ്കല്പം എന്നൊക്കെ പറയണമെന്നൊക്കെ ഉദ്ദേശിച്ചാണ്. ബെന്നിയുടെ അന്ത്യശാസനം തന്നിട്ടാ പോലെ 12:30 2 മിനിറ്റ് മുമ്പുള്ളപ്പോൾ ആദ്യത്തെ ഭക്ഷണം വിളമ്പണമെന്ന്. ഇപ്പം 2 മിനിറ്റ് താമസിച്ചു, 12:30 ആയി. എന്നാ നിങ്ങൾക്ക് ഞാനിവിടെ പണി നിർത്തണോ അതോ തുടരണോ? തുടർന്നാൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ പറയാനായിട്ടുണ്ട്. അതൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ ലീഫ്ലെറ്റിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് എഴുതുന്ന ലേഖനത്തിൽ അതേക്കുറിച്ച് കൂടെ ഉൾപ്പെടുത്തി പർദീസായെക്കുറിച്ച് മാറപ്പുറം പറയുന്നത് എന്താണ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, വലതുഭാഗത്തെ കള്ളൻ്റെ പർദീസായിലേക്കുള്ള പുനഃപ്രവേശനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഈ വട്ടം ചുരിയുന്ന തിളങ്ങുന്ന വാളുമായിട്ട് ഏദൻ തോട്ടത്തിൻ്റെ ഗേറ്റിങ്കൽ കാവൽ നിൽക്കുന്ന ഒരു കെറൂബിനെ കുറിച്ച്, മാലാഖയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്രേമിൻ്റെ ആമുഖമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഞാനിതിങ്ങനെ പലയിടത്തും ഇങ്ങനെ ക്ലാസ് എടുത്ത് നടക്കുന്നതായതുകൊണ്ട് ഞാൻ എവിടെ പഠിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് ഞാൻ നോട്ടൊന്ന് വെച്ചോണ്ടല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇതെല്ലാം ഞാൻ മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് നടത്തുന്നുണ്ടെങ്കിൽ ഓർത്തോളം പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിച്ചിരിക്കുന്നത് അപ്രേമിൻ്റെ രചനകളുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ആ വലിയ മൽപ്പാൻ്റെ സ്മരണ നിർവഹിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടാം. ഈ ദേവാലയം അനുഗ്രഹിക്കപ്പെടട്ടെ. മാർ അപ്രേമിൻ്റെ ഗീതങ്ങൾ ഇവിടെ കവിതയായി അവതരിപ്പിക്കുന്ന നമ്മുടെ പിള്ളേരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതും അവർക്ക് പ്രയോജനകരമായിട്ട് തീരട്ടെ, നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ട് തീരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും പാട്ടി അനുഗ്രഹിക്കണം.